ദേ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് നോക്കിയേ, ഇതെന്താന്ന് മനസ്സിലായാ? നല്ല സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ളേ ഒരു എഗ്ഗിൻ്റെ റെസിപ്പി ആട്ടാ. ഇനി അത്ര സ്പൈസിനെസ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ആ ഒരു മുളകിൻ്റെ അളവ് അതൊന്ന് കുറച്ചിട്ടാലും മതി. അപ്പോൾ അത് ഉണ്ടാക്കിയല്ലേ, അതിന് വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്ക് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും ഇട്ട് പൊടിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തോളൂ കേട്ടോ. ഇനി പൊടികളായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളുടെ പൊടിയും മാത്രമായിട്ട് ഇടുന്നത്. ഇതിൻ്റെ ആ ഒരു പച്ചച്ചോവയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3-4 കോഴിമുട്ട ഇതേപോലെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ മുട്ട അങ്ങോട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് റെഡി ആയാൽ ഈ മുട്ടനെ അങ്ങോട്ട് മറിച്ചിടണം കേട്ടോ. ഇനി മറ്റേ സൈഡും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കുക്ക് ആവട്ടെ. ആ ഒരു നേരം കൊണ്ടേ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും 4 അല്ലി വെളുത്തുള്ളി 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഒതുക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഒത്ത നടുക്ക് അങ്ങോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു മുട്ടയില്ലേ അതിന് അത്യാവശ്യം വലിയ പീസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളുടെ ആ ഒരു മുട്ടൻ്റെ മസാലയും നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു വെളുത്തുള്ളിയുടെ മസാലയും എല്ലാം കൂടെ നല്ലോണം അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം മറന്നു കേട്ടോ, ആ മുട്ട പൊട്ടിച്ച് വെച്ച സമയത്ത് മുട്ടൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ചേർത്താൽ ആ ഒരു മുട്ടക്ക് ഉപ്പും കുരുമുളകും പിടിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ്. ഞാനിപ്പോൾ രാവിലെ നമ്മുടെ കുബൂസിൻ്റെ കൂടെ അതാട്ടാ കഴിച്ചിരിക്കുന്നത്.